രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വിവാദത്തിന് പിന്നാലെ ബി.ജെ.പിയിലും പീഡന പരാതി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെ പാലക്കാട് സ്വദേശി പരാതി നൽകി. ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനാണ് പരാതി നൽകിയത്. കുടുംബ പ്രശ്നമാണെന്നാണ് ബി.ജെ.പിയുടെ ഇക്കാര്യത്തിലെ വിശദീകരണം. കൃഷ്ണകുമാർ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് ആരോപിച്ച് പാലക്കാട് സ്വദേശിനിയാണ് രാജീവ് ചന്ദ്രശേഖരന് പരാതി നൽകിയത്. പരിശോധിക്കാമെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടി. പരാതി ലഭിച്ചെന്ന് രാജീവിന്റെ ഓഫീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇന്നലെ വി.ഡി. സതീശൻ ബി.ജെ.പിക്കെതിരെ കേരളം ഞെട്ടുന്ന വാർത്ത ഉടൻ വരുമെന്ന് മുന്നറിയിപ്പും കൊടുത്തിരുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ ഇനി പരസ്യ പ്രതികരണങ്ങൾ വേണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചു. പുതിയ വെളിപ്പെടുത്തലുകളോ മറ്റോ ഉണ്ടായാൽ മാത്രം നേതൃത്വം പ്രതികരിക്കും. വിവാദങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കാൻ രാഹുലിന് സ്വാതന്ത്ര്യമുണ്ടെന്ന് വ്യക്തമാക്കുന്ന നേതൃത്വം അക്കാര്യത്തിലും അകലം പാലിക്കുകയാണ്. നിരപരാധിത്വം തെളിയിക്കേണ്ടത് രാഹുലിന്റെ മാത്രം ബാധ്യതയാണെന്ന നിലപാടിലാണ് പാർട്ടി. എന്നാൽ കഴിഞ്ഞ ദിവസം CPM-ലെയും ബി.ജെ.പിയിലെയും ഉന്നതരായ ചിലർക്കെതിരെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പുറത്തുവിടുമെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വെളിപ്പെടുത്തലിൽ ഉറ്റുനോക്കി രാഷ്ട്രീയ കേരളം. വി.ഡിയുടെ മനസ്സിൽ ആരാണ് എന്ന് അറിയാൻ ശ്രമിക്കുന്ന നേതാക്കളോട് വെയിറ്റ് ആൻഡ് സീ സമീപനമാണ് സതീശൻ സ്വീകരിച്ചിട്ടുള്ളത്. ബി.ജെ.പി ഉന്നത നേതാവിനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന സതീശൻ രാഷ്ട്രീയ എതിരാളികളുടെ തുടർ പ്രതികരണം അനുസരിച്ച് വെളിപ്പെടുത്തുമെന്ന നിലപാടിലാണ്. പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ സന്ദീപ് വാര്യർ കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കുമോ എന്ന് ചോദിച്ചതോടെ ബി.ജെ.പിക്കുള്ളിലും കൊണ്ടുപിടിച്ച ചർച്ച നടക്കുകയാണ്. ബി.ജെ.പിയിലായിരിക്കെ സന്ദീപിന്റെ കടുത്ത എതിരാളിയായിരുന്ന നേതാവിനെ തന്നെയാണ് അദ്ദേഹം ഉന്നമിട്ടതെന്നും സൂചനകളുണ്ട്. ഇവർക്കിടയിലെ പോര് അന്ന് ബി.ജെ.പിക്ക് പുറത്തേക്കും വ്യാപിച്ചിരുന്നു. പരാതിക്കാരി ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞ ദിവസം പരാതി നൽകിയെന്നും വിവരമുണ്ട്. കുടുംബപരമായ പ്രശ്നങ്ങൾ മാത്രമാണ് അതെന്നാണ് ബി.ജെ.പി കേന്ദ്രങ്ങളുടെ വിശദീകരണം. CPM-കാർ അധികം കളിക്കരുത്, ഞെട്ടിപ്പോകും എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മുന്നറിയിപ്പ്. ഒരു വനിതാ നേതാവ് പാർട്ടിക്ക് നൽകിയ പരാതിയെക്കുറിച്ച് രഹസ്യമായി ലഭിച്ച വിവരം പങ്കുവയ്ക്കുകയാണ് സതീശൻ ചെയ്തതെന്നും കരുതുന്നവരുണ്ട്. പാർട്ടി നേതാവിനെതിരെയുള്ള ഈ പരാതി നേതൃത്വം അവഗണിച്ചെന്ന വിവരമാണ് ലഭിച്ചതെന്നും പറയപ്പെടുന്നു. ഒരു പേടിയുമില്ലെന്ന മറുപടിയാണ് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ നൽകിയതും.